ആന ഫോറസ്റ്റുകാരുടെ ചാപ്പ ഇരുന്ന് അടിച്ചു പൊളിച്ചു 2.5 മണിക്കൂർ എടുത്തു. ആന ജണ്ട കെട്ടാൻ കൊണ്ടിരുന്ന കല്ലെ ചവിട്ടി ചെരിഞ്ഞു വീണു. അപ്പോഴത്തേക്കും താഴെ നിന്ന് 10-15 പേര് കയറി വന്നു. അവർ വന്നപ്പം ഇതിങ്ങനെ തുമ്പിക്കൈയും വീശി നിൽക്കുക. 1 മണിക്കൂറോളം അവിടെ നിന്ന് തുമ്പിക്കൈ വീശി വെച്ചത് പുറകോട്ട് അടിച്ചു. പുറം തിരിയാതെ പുറകോട്ട്. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർ പറഞ്ഞു ഇവിടെ പ്രത്യക്ഷമുണ്ട്, അതുകൊണ്ടാണ് ആന പുറം തിരിയാതെ പുറകോട്ടടിച്ചതെന്ന് പറഞ്ഞു. ശരിക്കും ആന മനുഷ്യന്റെ ശത്രുവല്ല, മനുഷ്യൻ ആനയെ ശത്രുവാക്കുന്ന. ഇവിടെ ഒറ്റ പാമ്പില്ല. പാമ്പ് വന്നാൽ തന്നെ പോകാൻ പറഞ്ഞാൽ അത് പോകും. കാരണം നമ്മൾ ഉപദ്രവിച്ചിട്ടാണ് അത് തിരിച്ചു ഉപദ്രവിക്കുന്നത്. ആന വൈകിട്ട് 6 മണിക്ക് വരും. വാതിലില്ലാത്ത കൊട്ടായിലാണ് താമസിച്ചത്. പിന്നെ അവനാണ് വാതിൽ. അവിടെ നിന്നിട്ട് രാവിലെ 6 മണി വരെ നിൽക്കും. രാവിലെ 6 മണിയാകുമ്പോൾ പുള്ളി തിരിച്ചു പോകും. ഇവിടെ ആരും മനുഷ്യന്റെ സ്വരം കേൾക്കാനില്ല, ഭക്ഷണമില്ല, ലൈറ്റില്ല, വിളക്കില്ല, ഒന്നുമില്ലാതെ ആന ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. ഒരേ ആന തന്നെ. അത് ആന എവിടുന്നാണോ കൊണ്ടുവരും. വഴക്കൊന്നും വെറും കൈയോടെ ഒരു ദിവസം പോലും വന്നു. കൊലയായിട്ട് തൂക്കി കൊണ്ടുവരുമ്പോൾ കല്ലിലൊക്കെ തട്ടിയിട്ട് ഒരെണ്ണത്തെ 2 കായൊക്കെ കാണും. അത് ആ വാതൊക്കെ വെക്കും. വെച്ചൊന്നും ഒരു ചെറിയൊരു ഒച്ച ഞാൻ വന്നെന്നുള്ള ഒരു മുകളിലൊക്കെ മുകളിച്ച് അവിടെ നിൽക്കും. ശരിക്കും അതുകൊണ്ട് എനിക്ക് ആനയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. എല്ലാ നാട്ടിലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ 5 വിരലിന് 5 ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലെല്ലാം ഇവർ വെട്ടിക്കളഞ്ഞു. അവർക്ക് തിന്നാൻ തീറ്റയില്ല. അപ്പൊ അതുകൊണ്ട് അവര് വരും. അവരെല്ലാം നാട്ടിലേക്ക് ഇറങ്ങും. അതെ, വലിയ പെരുമ്പാമ്പുണ്ട്. വലിയ 70 കുരുളെന്നാണ് താഴോട്ട് പോകും. കാട്ടുമൃഗങ്ങളും പക്ഷികളോടും ഒക്കെ നമുക്കൊരു പ്രത്യേക അവർക്ക് ശരിക്കും ഈ പ്രകൃതിയോടൊക്കെ നമുക്കൊരു കണക്ഷൻ ഉണ്ട്. അത് ആ കണക്ഷൻ വലിയൊരു കണക്ഷനാണ്. ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കാം. ഞാനിപ്പം ഇവിടുന്ന് നാട്ടിൽ പോയാൽ ഒരു കുപ്പി വെള്ളവും കുറച്ച് മുട്ടായിയും കൊണ്ട് പോയാൽ ഞാൻ പോയിട്ട് തിരിച്ചു ഒരു ഹോട്ടലിലേയും തന്നെയല്ല. പക്ഷെ വേറൊരു സംഗതി, അവിടെ ഇഷ്ടംപോലെ തോട്ടപ്പുഴയുണ്ട്. എന്നെ മാത്രം കടിക്കുകയല്ല. ഇന്നും എനിക്ക് ഭക്ഷണത്തിന് ആരേലും ഓർപ്പിച്ചാലേ ഉള്ളൂ. ഇന്ന് ഞാൻ മറന്നു പോകും. 13 വർഷവും ഒറ്റയ്ക്ക് തന്നെ. കാറ്റ് ഇവിടുന്ന് നമ്മൾ അത്രയും ദൂരമൊക്കെ എടുത്തിടും. അത്രയും വലിയ കാറ്റാണ്. ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ ഒരു കുയില് വന്ന് വിളിച്ചെഴുന്നേപ്പി. അത് വന്ന സമയം നമുക്കറിയത്തില്ലോ, പക്ഷികൾക്ക് ആശ്രയിക്കുന്നത്. പിന്നെ ഞാൻ രാത്രിയിലൊക്കെ വരികയാണെങ്കിൽ പുറത്തിറങ്ങി താഴെ പോകണ ചെന്നായ്ക്കൾ വരും കൂടെ 2 വശത്തും. അപ്പൊ പിന്നെ നമുക്ക് പേടിക്കണ്ട. നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരു സന്യാസിനിയാണ്, ഒരു സിസ്റ്ററാണ്. നമ്മുടെ ചാനലിൽ കൂടെ തന്നെ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളും മറ്റുമൊക്കെ നമ്മൾ നിരവധി തവണ നമ്മൾ കാണിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഈ ഒരു സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 വർഷം കൊടുങ്കാട്ടിൽ, അതായത് പൈതൽമലയൊക്കെ ആ ഒരു പ്രദേശം, കണ്ണൂർ ജില്ലയിലെ പൈതൽമല പ്രദേശങ്ങളിലെ ആ ഒരു കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് 10-13 വർഷം താമസിച്ചു എന്നുള്ളതാണ്. താമസിച്ചെന്ന് മാത്രമല്ല, ഈ 13 വർഷവും ആ സിസ്റ്റർ അവിടെ സന്യസിക്കുകയായിരുന്നു. അതിൽ ആദ്യത്തെ 1 വർഷം ഭക്ഷണം പോലും ഇല്ലാതെയാണ് ജീവിച്ചത് എന്നുള്ളതൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ പോലും നിരവധി വന്യമൃഗങ്ങൾ, ആനയടക്കമുള്ള വന്യമൃഗങ്ങളൊക്കെ ഈ ഒരു സിസ്റ്ററിന് തണലൊരുക്കുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ജീവിതമാണ് ആ ഒരു സിസ്റ്ററിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. 40 വയസ്സുള്ള സമയത്താണ് സിസ്റ്റർ സന്യസിക്കാനായിട്ട് കാട് കയറുന്നതും അതിനുശേഷം ഒരു 13 വർഷം അവിടെ സന്യസിച്ചതുമൊക്കെ. ഒറ്റയ്ക്ക് ആ കാട്ടിൽ താമസിച്ചപ്പോൾ എങ്ങനെയാണ് സിസ്റ്റർ അവിടെ സർവൈവ് ചെയ്തത് എന്നൊക്കെയുള്ളതാണ് സിസ്റ്ററിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
സിസ്റ്ററിൻ്റെ പേരെങ്ങനെയാ? വിമല. ഞാൻ സിസ്റ്ററെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിസ്റ്ററിൻ്റെ വളരെ സാഹസികമായ ജീവിതത്തെ പറ്റിയൊക്കെ കുറേ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് സിസ്റ്ററിൻ്റെ ആ ഒരു വനവാസത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. എങ്ങനെ സിസ്റ്റർ അത്രയും കാലം അവിടെ ആ ഒരു വനത്തിൽ താമസിച്ചു, അല്ലെങ്കിൽ എന്താണ് അതിന് പ്രചോദനമായത്, എങ്ങനെ അത്രയും നാൾ അവിടെ താമസിച്ചു, പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായ സാഹചര്യം, ഇതൊക്കെയാണ് എനിക്ക് സിസ്റ്ററിൽ നിന്ന് അറിയേണ്ടത്. അപ്പോൾ സിസ്റ്റർ ഒന്ന് തുടക്കം മുതലൊന്ന് പറയാമോ? ഞാൻ 1988 മല കയറിയത്. 88 മല കയറി അവിടെ താമസിച്ചു. കൂടെ വന്ന സിസ്റ്റർ വയ്യാതെ പോയി. അത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിച്ചു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇരുന്ന് ധ്യാനിക്കുക എന്നുള്ളതായിരുന്നു. ആ ധ്യാനിക്കാൻ കണ്ണടച്ച് പിന്നെ കാലിൽ ചെമ്പറം പടഞ്ഞിരുന്ന് ഇവിടെ രണ്ടിടത്തും തുവാലയൊക്കെ വെച്ച് അങ്ങനെ ശരിക്കും പത്മാസനത്തിൽ ഇരുന്ന് ഞാൻ മണിക്കൂറുകളോളം 7-8 മണിക്കൂർ ഇരിക്കും. ഇരുന്ന് ധ്യാനിക്കും. പിന്നെ ആരെങ്കിലും തട്ടി വിളിച്ചെങ്കിലേ ഉണരുകയുള്ളൂ. അങ്ങനെ ഇരുന്ന് ധ്യാനിച്ച് അങ്ങനെ ശരിക്കും ഈശോയുടെ ആ ക്രൂശിത രൂപം, ആ സഹനത്തിൻ്റെ ആ രൂപം മുന്നിൽ കാണുമായിരുന്നു. അത് കഴിയുമ്പോൾ നമുക്കൊരു വിശപ്പോ ദാഹമോ നമുക്കങ്ങനെ ഫീൽ ചെയ്യാം. പിന്നെ രണ്ടാമത് നമുക്ക് നമ്മുടെ കൂടെ എന്തോ ഒരു വലിയ ശക്തിയുണ്ട്. ആരൊക്കെയോ നമ്മുടെ അതായത് നമ്മുടെ പേരൻസും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു ഫീലിങ്സ് ആയിരുന്നു. സിസ്റ്റർ ഏത് നാട്ടുകാരിയാണ്? ചമ്പക്കുളം, കുട്ടനാട്ടുകാരിയാണ്. ചമ്പക്കുളം. അവിടുന്ന് എങ്ങനെയാണ് സിസ്റ്റർ കണ്ണൂരിലേക്ക് വന്നത്? അത് കണ്ണൂരിലേക്ക് വന്നത് എനിക്ക് പോലും അറിയില്ല. നെല്ലിൻ്റെ കാട് മാത്രം കണ്ടയാണ്. പുത്തമ്പള്ളി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് കാണിച്ചു തന്നാണ് ഈ മല. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പിടിച്ച് കത്തെഴുതി അച്ഛനോട് ചോദിച്ചു. മണിപ്പാറ അച്ഛനോട് ഇങ്ങനെ ആരാണ്ടോട് ചോദിച്ചപ്പം മണിപ്പാറ അച്ഛൻ്റെ കസ്റ്റഡിയിലാന്ന് പറഞ്ഞു. എന്നാലിപ്പോൾ അച്ഛൻ എന്നോട് വിളിച്ച് കത്തെഴുതി ചോദിച്ചിട്ട് അച്ഛൻ മറുപടി അയക്കാതിരുന്നു. അപ്പം ഞാൻ മറുപടിക്കുള്ള ഇല്ലൻ്റ് വെച്ചിട്ട് അച്ഛൻ എഴുതി ഒന്ന് വന്ന് കണ്ടോട്ടെ. അതായത് ഈ സ്ഥലത്തിനെ കുറിച്ച് സിസ്റ്റർക്ക് എങ്ങനെയാ ആ മല ശരിക്കും എന്നെ കാണിച്ചു. ശരിക്കും ആ മല എന്നെ ദൈവം കാണിച്ചു തന്നതാണ് അവിടെ ഇരുന്നപ്പോൾ. എന്നിട്ട് ഞാൻ വന്നു താമസിക്കാൻ വേണ്ടി റെഡിയായി. ഞാൻ വന്നപ്പം നരിപ്പാറ അച്ഛനെ ആദ്യം കണ്ട. അച്ഛൻ കുടിയാമലേ. അപ്പോൾ അച്ഛൻ എന്നോട് താണ്ട കിടക്കുന്നു കയറിപ്പൊക്കോന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ ഒന്നും വിചാരിച്ചില്ല. വന്നപ്പോൾ ആൾക്കാർക്കെല്ലാം ഭയങ്കര അതിശയം. ഒരു മനുഷ്യരും അവിടെ കയറുകയില്ല. വെടിവെക്കാനൊക്കെ ആൾക്കാർ അതിലേ പോകുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റമില്ല. അത്രയും വലിയ കാടാണ്. വനത്തോട് ചേർന്നാണ് പൈതൽമല. കർണാടക വനത്തിൻ്റെ അതിർത്തിയാണ്. 4500 അടി ഉയരമാണ് സമുദ്രം. അപ്പോഴത്തേക്കിനും ഞാൻ അങ്ങ് അവിടെ വെച്ച് തീരുമാനിച്ചു ഏതായാലും അവിടെ പോയി താമസിക്കാമെന്നുള്ളത്. താമസിച്ചിട്ട് നമ്മളൊക്കെ കുട്ടനാട്ടിൽ അടുത്തടുത്ത് വീടുകളാണ്, അറിയാമല്ലോ. അപ്പോൾ അയാളെ കുറവാണ്, വയൽ കൂടുതല. അപ്പോൾ ഇവിടെ ആരും മനുഷ്യൻ്റെ സ്വരം കേൾക്കാനില്ല, ഭക്ഷണമില്ല, ലൈറ്റില്ല, വിളക്കില്ല, ഒന്നുമില്ലാതെ കയറി. അല്ല, രണ്ടാമത് കയറിയതോ. രണ്ടാമത് കയറിയപ്പോഴത്തേക്കിനും ഒരു വഴി വെട്ടിത്തെളിച്ചുകൊണ്ടായിരുന്നു ആദ്യം വന്ന് കയറിയ. ആദ്യം കയറിയത് അന്നേരം ഇപ്പം 135 പേര് വഴി വെട്ടിത്തെളിച്ചിട്ടാണ്. കാട് വെട്ടിയിട്ടേ കയറിപ്പോവുള്ളൂ. വലിയ കാടാ. എന്നിട്ട് അങ്ങനെ അന്നേരപ്പോഴത്തേക്കിനും ഞാൻ അവിടെ കയറി അന്ന് വെച്ചേച്ച് പോന്നു. അന്നേരം ഞാനും ഈശോയോട് പറഞ്ഞു, നീ ഇതിന് വേറെ ആരെങ്കിലും അന്വേഷിച്ചോ, എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദൈവം വീണ്ടും എന്നെ ഇത് കാണിച്ചു തന്നുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് മാഹിലമ്മയുടെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ ദൈവം ഇതാ വെച്ച് അത് തന്നെയാണോ എന്നുള്ള അറിയാൻ വേണ്ടി അന്ന് പോകാമെന്ന് ഉറപ്പിക്കാനും അവിടെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനും ആദ്യ ദിവസം അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ വന്ന് താമസിച്ചു. ഭക്ഷണമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. ഇത് ഏത് വർഷമാണത്? അത് 1988. അങ്ങനെ ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു 88 ഓഗസ്റ്റ് മാസത്തിൽ മാർച്ച് ചെയ്യാൻ വന്ന മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ഞാൻ മൗനവ്രതമാണ്. മിണ്ടുകയില്ല, ഭക്ഷണവും കഴിക്കില്ല, ഭക്ഷണം അവിടെ ഇല്ല. അന്നേരപ്പോഴത്തേക്കിന് ഓഗസ്റ്റ് 7-ാം തീയതി ആന ഫോറസ്റ്റുകാരുടെ ചാപ്പ, അറിയാമല്ലോ, അവരൊക്കെ കർണാടക ഫോറസ്റ്റിൻ്റെ ചാപ്പ കെട്ടിയിരുന്ന് അടിച്ചു പൊളിച്ചു 2.5 മണിക്കൂർ എടുത്തു. അന്നേരപ്പോഴത്തേക്കിന് താഴെയുള്ളവർ തീരുമാനിച്ച് എന്നെ ശരിയാക്കി എന്നുള്ള ഉറപ്പായി. അത് എൻ്റെ കൂടെ 2 7-ലും 4-ലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെ എനിക്ക് മണ്ണെണ്ണയും കൊണ്ട് വന്നതാണ്. തീ പിടിപ്പിക്കാൻ മണ്ണെണ്ണ ഇല്ലാതെ കത്തുകയല്ല, തണുപ്പല്ലേ. അങ്ങനെ മണ്ണെണ്ണ തീ പിടിപ്പിക്കാൻ അതിൽ കയറി 2 പേരെ ആരാണ്ട് കൂട്ടി വന്നതാ.
അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞ ഇന്ന് പോകണ്ട, നിങ്ങൾ അന്നിവിടെ തങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആന ഫോറസ്റ്റുകാരെ ചാപ്പ നശിപ്പിച്ചേച്ച്, കർണാടക ഫോറസ്റ്റ് നശിപ്പിച്ചേച്ച് നമ്മുടെ ഈ ഈ കൊട്ടായി, ചെറിയൊരു കൊട്ടായിയാണ്, പട്ടിക്കൂടിനോടേ ഉള്ളൂ, കൊട്ടായിയുടെ അടുക്കപ്പെട്ടത് പിള്ളേർ പേടിച്ചു. പിള്ളേർ പറഞ്ഞു സ്റ്റമച്ചി നമുക്ക് ഇത് ഈശോയെ കൊണ്ട് താഴെ പാവെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഞാൻ ബൈബിൾ തുറന്നപ്പോൾ 51-ാം സങ്കീർത്തനം കിട്ടി, അനുതാപ സങ്കീർത്തനം അത് കിട്ടി. 2-3 വചനം വായിച്ചപ്പം ആന ജണ്ട കെട്ടാൻ കൊണ്ടിരുന്ന കല്ലേ ചവിട്ടി ചെരിഞ്ഞു വീണു. അതിന് സാക്ഷി ഒത്തിരി നമ്പീശം പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2-2.5 മണിക്കൂർ ഇത് അടിച്ച് തകർക്കുമ്പോൾ അല്ലറിക്കൊണ്ടാണ് അടിക്കുന്നത്, അവരുടെ ചാപ്പ അടിക്കുന്നത്. കർണാടക ഫോറസ്റ്റ് അത് തൊട്ടടുത്താണ്. എന്നിട്ട് അപ്പോഴത്തേക്കിന് ഇത് അടിച്ച് തകർത്ത് കഴിഞ്ഞ് അങ്ങോട്ട് അടുത്തപ്പോൾ ഇത് ഉരുണ്ട് വീണേച്ച് ഇതിങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ വീശി നിൽക്കുക. അപ്പോഴത്തേക്കും താഴെ നിന്ന് 10-15 പേര് കയറി വന്നു. അവർ തോക്കൊക്കെ ആയിട്ടാണ് വന്നത്. അവർ നമ്മുടെ കേരളത്തിൽ നമ്മൾ താഴെ പൊട്ടംപ്ലാവിലുള്ളവർ കയറി വന്ന് അവരുടെ വിചാരം എന്നെ ആന കൊന്നു ആക്കേട്ടാ വന്ന. അവർ വന്നപ്പം ഇതിങ്ങനെ തുമ്പിക്കൈയും വീശി നിൽക്കുക. ഉടനെ എന്നോട് ചോദിച്ചു എന്നാ ചെയ്യണമെന്ന്. ഞാൻ എഴുതി കൊടുത്തു. മിണ്ടാത്തോണ്ട് ഒന്നും ചെയ്യത്തില്ല. അന്നേരപ്പം ഉടനെ അവർ 1 മണിക്കൂറോളം അവിടെ നിന്ന് തുമ്പിക്കൈ വീശി വെച്ചിട്ട് പുറകോട്ട് അടിച്ചു പോയി, പുറം തിരിയാതെ പുറകോട്ട് പോയി. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർ പറഞ്ഞു ഇവിടെ പ്രത്യക്ഷമുണ്ട്, അതുകൊണ്ടാണ് ആന പുറം തിരിയാതെ പുറകോട്ടടിച്ചതെന്ന് പറഞ്ഞു. ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഷയിൽ അവർ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ആന വൈകിട്ട് 6 മണിക്ക് വരും. വാതിലില്ലാത്ത കൊട്ടായിലാണ് താമസിച്ചത്. നമുക്ക് അവിടെ വാതിൽ പോലും ഇല്ലാത്തൊരു വീട്. എന്നിട്ട് അവിടെ താമസിച്ചിട്ട് കഴിക്കുമ്പോൾ 6 മണിയാകുമ്പോൾ ആന ഇതും കൊണ്ട് വരും. ആരുടെയെങ്കിലും വാഴയൊക്കെ കൊണ്ടുപിച്ചിട്ട് 2-3 കൊലയൊക്കെ കാണും. അതിൽ 5-6 കാണും. ബാക്കിയെല്ലാം കല്ലേ തട്ടിയൊക്കെ പൊഴിഞ്ഞു പോയി. അതവിടെ കൊണ്ട് വെക്കും. വെച്ച് ആ കൊട്ടായുടെ വാതില്. പിന്നെ അവനാണ് വാതില്. അവിടെ നിന്നിട്ട് രാവിലെ 6 മണി വരെ നിൽക്കും. രാവിലെ 6 മണിയാകുമ്പോൾ പുള്ളി തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ തിരിച്ചു പോയി. അങ്ങനെ ശരി, അത് മനോരമക്കാരുടെ കയ്യിലുണ്ട് ശരിക്കുള്ള. അതിൻ്റെ മനോരമക്കാർ അവിടെ മരത്തെ കയറിയെന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ അന്ന് വനിതയിലും മനോരമയിലും ഒക്കെ പ്രത്യേകം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു നേരിട്ട് കണ്ടതാ, നേരിട്ട് കണ്ട് ഫോട്ടോ പിടിച്ചതാ. അവരുടെ കയ്യിൽ നിന്ന് വെച്ചാൽ മറ്റവർക്ക് കിട്ടിയത്. അപ്പോൾ ആന നിൽക്കുന്നതൊക്കെ ഇല്ലേ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കിന് മനോരമക്കാരുടെ ചോദിച്ചറിയാം. എന്നിട്ട് അത് കഴിഞ്ഞപ്പം ഇത് ദിവസവും വരും. വന്നിട്ട് ഇവൻ നിൽക്കും. പിന്നെ ആർക്കും നമുക്ക് പേടിക്കണ്ട. പിന്നെ ഞാൻ രാത്രിയിലൊക്കെ വരികയാണെങ്കിൽ പുറത്തിറങ്ങി താഴെ പോകണേ ചെന്നായ്ക്കൾ വരും കൂടെ 2 വശത്തും. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ട. എൻ്റെ കയ്യിൽ വാച്ചില്ല, എൻ്റെ ഒരു കുടയില്ല, എൻ്റെ കയ്യിൽ 2 ജോഡി സാരിയും 1 ജോഡി നൈറ്റിയുള്ള, കിടക്കാനൊരു കഷ്ണം ചാക്ക് പോലും ഇല്ല. വെറും തല്ലി ഒതുക്കിയ നിലത്ത് കിടന്ന ഞാൻ ഉറങ്ങി. അപ്പം അവിടെ മഴ പെയ്യുമ്പോൾ ഈ കൊട്ടായി മുഴുവൻ ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ തോർത്ത് കെട്ടിയിട്ടാണ് കിടക്കുന്നത്, ശബ്ദം കേൾക്കാതിരിക്കുക. അവിടെ വെള്ളത്തിൽ കിടന്ന് ഞാൻ ഉറങ്ങും. എനിക്കൊരു പ്രശ്നമില്ല. മേൽക്കൂര എല്ലാം ചോരുന്നു, പുല്ല് മേഞ്ഞല്ല, കാറ്റ് കൊണ്ട് അതെല്ലാം പോകും. കാറ്റ് ഇവിടുന്ന് നമ്മൾ അത്രയും ദൂരെയൊക്കെ എടുത്തിടും. അത്രയും വലിയ കാറ്റാണ് സിസ്റ്റർ ഈ പറഞ്ഞ സ്ഥലം. ഇപ്പൊ പൈതൽമല മുകളിലേക്കൊക്കെ ആളുകൾക്ക് കയറാൻ പറ്റുമല്ലോ. നമ്മുടെ അവിടം വരെ കാറ് വരും, താഴെ വരെ. മുകളിലോട്ട് അന്ന് താമസിച്ച ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പൊ ആളുകൾ കയറി പോകുന്നത്. അവിടെ കയറി പോകും, അവിടെ ആൾക്കാർ കയറി പോകും. മുകളിൽ കയറി പോകുന്നത് താഴെ എക്കോ സ്പിരിച്വാലിറ്റി സെന്റർ എന്നുള്ളത് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പണിതാ. ഈ സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. 11 ഏക്കർ സ്ഥലമുണ്ട്. അതുണ്ട് അവിടെ. അസീസ് ഹാജി 1 ഏക്കർ 13 സെന്റ്. പിന്നെ കുടിയാമല സ്റ്റുഡിയോ നടത്തിയിരുന്ന ഒരു ഹിന്ദു മനുഷ്യൻ, അവർ കുറച്ച് തന്നു. പിന്നെ പാലക്കുഴ, അങ്ങനെ 3 കൂട്ടർ തന്നാണ് 11 ഏക്കർ സ്ഥലം. അതിൽ 1/2 ഏക്കർ 3/4 ഏക്കർ കൊണ്ട് KTDCക്ക് കൊടുത്തു, ടൂറിസ്റ്റ് കേന്ദ്രം വന്നപ്പോൾ. ബാക്കി മുഴുവൻ സ്ഥലം അവിടെ കിടപ്പുണ്ട്. പിന്നെ അതുകൂടാതെ അതെല്ലാം ആയി. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു രോഗിയെ, സ്ഥലം നമുക്ക് പറയാൻ പറ്റില്ല, സ്ഥലം പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളാരവേ അല്ലേ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഒരു അപ്പനെ മക്കൾ ക്യാൻസർ വന്നിട്ട് എടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ അതിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കി, പട്ടുവത്ത് കൊണ്ടുവന്നു ആക്കി. അവിടെ കിടന്ന് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം അച്ഛനെടുത്തു, ഇനി നമ്മുടെ ആൾക്കാരാരെങ്കിലും മരിച്ചാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഡോക്ടർ ലില്ലിയുടെ
ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് അവിടെ ഒരു വൃദ്ധസദനം തുടങ്ങി കുറച്ച് എൻ്റെ എൻ്റെ 2 സിസ്റ്റേഴ്സിനെ അവിടെ കൂട്ടി. മലയ്ക്ക് അവർക്ക് പേടിയാണല്ലേ, അവരും അവിടെ കൂട്ടി അവിടെ താമസിച്ചു. അന്നേരപ്പോഴത്തേക്കിന് അവിടുത്തെ വികാരി അച്ഛൻ അത് അവർക്ക് വിട്ടുകൊടുക്കാൻ CST ആയിരുന്നു, അവർക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 105 ഡിഗ്രി പനി വന്നിട്ട് 3 ആശുപത്രി കാണിച്ചിട്ടും താഴുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മലയിൽ കയറിയാലേ എൻ്റെ പനി, ഞാൻ ഇറങ്ങാൻ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നിട്ട് ഞാൻ തിരിച്ച് പൈതൽമലയ്ക്ക് പോയി കഴിഞ്ഞ് കുടിയാമല ചെന്നപ്പോൾ എൻ്റെ പനി പോയി. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നാളും കൂടെ ഇവിടെ താമസിച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് എടൂര് തുടങ്ങിയത്. എടൂര് നമ്മൾ തുടങ്ങുന്നത് 1997 സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ പയ്യെ അത് പരിപാടി തുടങ്ങുന്നു. സിസ്റ്റർ തുടക്കം മുതൽ ഈ 13 വർഷവും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു? ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ കാട് തള്ളിയല്ലേ പോകുന്നത്. ഉടുത്തിരിക്കുന്ന സാരി മുഴുവൻ നനയും. ചീരാങ്കുഴിക്കാരുടെ ഒരു വീടുണ്ട് താഴെ, അവിടെ ചെന്നിട്ട് നനഞ്ഞ സാരി ഊരി അവിടെ നിവർത്തിട്ടേച്ച്, അവരുടെ വീട്ടിൽ നിവർത്തിട്ടേച്ച് നനയാത്ത സാരി, മറ്റേ സാരി കയ്യിലുണ്ട് പ്ലാസ്റ്റിക്, ഉടുത്തോണ്ട് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ആ നനഞ്ഞ സാരി തന്നെ ഉടുത്തോണ്ട് തിരിച്ച് മല കയറിയിട്ട് ഞാൻ അങ്ങനെ ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകുള്ളൂ. ബാക്കി ദിവസമൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ, ധ്യാനിക്കും. ഇഷ്ടംപോലെ ധ്യാനിക്കാനുള്ള സമയം. ശരിക്കും വിശപ്പിൻ്റെ ഇന്നും എനിക്ക് ഭക്ഷണത്തിന് ആരെങ്കിലും ഓർപ്പിച്ചാലേ ഉള്ളൂ. ഇന്നും ഞാൻ മറന്നു പോകും ഭക്ഷണം കഴിക്കാൻ. ഈ 13 വർഷം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല സിസ്റ്റർ. അപ്പോൾ ഭക്ഷണം ഇല്ലാതെ എങ്ങനെയാണ്? 1 വർഷം ഭക്ഷണമില്ലാതെ ജീവിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും, എന്തെങ്കിലും കൊണ്ടുവന്ന് ചൂടാക്കിയൊക്കെ തരും, അങ്ങനെ ഒക്കെ തന്ന് കഴിച്ചു. പക്ഷേ ഇറച്ചി, മുട്ട, മീൻ ഇതൊന്നും ഞാൻ തിന്നുകയില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ എന്തെങ്കിലും മതിയല്ലോ, പച്ചരി ചോറ് വെച്ചോ എന്തെങ്കിലും ആക്കും. അപ്പോൾ അത് കൃത്യം 3 നേരവും തിരിച്ചതില്ല, ഒരു ദിവസം 1 നേരം തിന്നാൽ അത്രയേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ തിന്നാനുണ്ട്. പക്ഷേ നമ്മൾക്കത് എന്തോ അത് നമുക്കൊരു വിഷയമല്ലാതാക്കി മാറ്റി ചെയ്ത്. ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കാം. ഞാനിപ്പം ഇവിടുന്ന് നാട്ടിൽ പോയാൽ ഒരു കുപ്പി വെള്ളവും കുറച്ച് മുട്ടായിയും കൊണ്ട് പോയാൽ ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഒരു ഹോട്ടലിലേയും തിന്നുകയില്ല, ഒരിടത്തൊന്നും കഴിക്കുകയില്ല. അപ്പോൾ ഈ 13 വർഷത്തിൽ 1 വർഷം സിസ്റ്റർ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാ? അപ്പോൾ എന്തായാലും വസ്ത്രമൊക്കെ മാറേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ വസ്ത്രമൊക്കെ കൊണ്ടുപോയിരുന്നോ? വസ്ത്രം ഞാൻ പറഞ്ഞില്ല, 2 ജോഡി സാരിയേ ഉള്ളൂ, ഒരു നൈറ്റിയേ ഉള്ളൂ. അപ്പോൾ സാരി ഉടുത്തുകൊണ്ട് നൈറ്റി ഉണങ്ങാനിട്ട് ആക്കിയെടുത്താൽ ചിലപ്പോൾ മുഴുവൻ ഉണങ്ങുകയല്ല, എന്നാലും അത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അത് ഒന്നും എനിക്കതൊരു രോഗമായിട്ടോ ഒരു അസ്വസ്ഥതയായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അവിടെ എല്ലാം നമ്മൾ ശരിക്കും അതിനെയൊക്കെ അതിജീവിക്കാൻ. അവിടെയൊക്കെ നമുക്ക് തുണി വാഷ് ചെയ്യാനൊക്കെ അവിടെ വെള്ളമുണ്ട്, പോലി വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. എനിക്കൊന്ന് ആ വനത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിന് പ്രത്യേക എനർജിയാണ്. അതാണ് ഒരു സത്യം ഞാൻ മനസ്സിലാകുന്നത്. നമ്മൾ ലൗകികത കംപ്ലീറ്റ് വിട്ടാൽ, അതായത് നമ്മുടെ സംരക്ഷിക്കാനുള്ള എല്ലാ ഭക്ഷണം വേണം, പിന്നെ വിശ്രമം വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കവിടെ താമസിക്കാൻ പറ്റുകയില്ല, സേഫല്ല. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യും. ഞാൻ ശരിക്കും തൊട്ടറിഞ്ഞതാണ് തോമസ് ലീഹായെ പോലെ. ഇപ്പോൾ പിന്നെ പൊട്ടംപ്ലാവിൽ നിന്ന് 650 പിള്ളേരെ ആദ്യം പഠിപ്പിക്കാൻ കൊണ്ടുപോയി, ഞാൻ വന്ന വർഷം തന്നെ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പിള്ളേരെ പഠിപ്പിക്കാം. ഇവിടെ 130 പേര് ഇപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ജോലിയുണ്ട് ഞാൻ പഠിപ്പിച്ചു വിട്ടവർ. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ സഹായിക്കാൻ പറ്റി. പിന്നെ ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ, ആത്മഹത്യയിൽ നിന്ന് ഒത്തിരി പേരെ രക്ഷപ്പെടുത്താൻ പറ്റി. സിസ്റ്റർ ഏത് വർഷം ശരിക്കും അങ്ങോട്ട് ആ ഒരു മലയാള മുകളിലേക്ക് സന്യസിക്കാൻ? 1988. ഏത് വർഷം തിരിച്ചിറങ്ങി? ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇറങ്ങിയത് 2005 കംപ്ലീറ്റ് 2005 2005 1997 മുതൽ താഴോട്ട് വരവ് തുടങ്ങി. പിന്നെ 2005 കംപ്ലീറ്റ് അവിടുന്ന് ഇറങ്ങിയത്. പക്ഷെ എങ്കിലും എല്ലാ വർഷവും പോകും. പിന്നെ എന്നെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവസാനം പോയതെന്നാ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. അവിടെ പോയി നിന്നിട്ടുണ്ട്. അവിടുന്ന് മണ്ണൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പാടാങ്കോല നമുക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ മണ്ണ് ആ മണ്ണ് കൊണ്ടുപോയി അവിടെ ഇട്ടാൽ അതിൽ ആന കയറുകയില്ല, പ്രശ്നം ഉണ്ടാകുകയില്ല, ആന ശല്യം ചെയ്യുകയില്ല എന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ആശ്രമത്തിൻ്റെ അകത്തെ മണ്ണ് ഞാൻ എടുത്തിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇടാൻ വേണ്ടി. അതിന് ഒത്തിരി ദൈവിക അനുഗ്രഹം, തമ്പുരാൻ ഒത്തിരി അനുഗ്രഹിച്ചൊരു വേദിയാണ്. ഒത്തിരി മനുഷ്യർ പ്രാർത്ഥിക്കുന്ന രമേശ് ചെന്നിത്തലയൊക്കെ വന്നിട്ടുണ്ട് അവിടെ ആശ്രമത്തിൽ.
ആണോ? ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ വന്നപ്പോൾ മുകളിൽ കയറി അവരെന്ത് പാടുപെട്ട കാട് തള്ളി കയറി വന്ന് ആണല്ലേ? താഴെ നല്ല കയറ്റമാണ്. സിസ്റ്റർ അപ്പോൾ അവിടെ കയറി ആ ഒരു 13 വർഷം താമസിച്ചിട്ട് സിസ്റ്റർക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഓരോ ദിവസവും എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ? ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ ഒരു കുയില് വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. അത് വന്ന് സമയം നമുക്കറിയത്തില്ല, പക്ഷികൾക്ക് ആശ്രയിക്കുന്നത്. അത് കൂന്ന് കൂവി ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത് എൻ്റെ കൂടെ ഒപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കുയില് കൂവിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ധ്യാനിക്കാനിരിക്കുമ്പോൾ കുയില് പൊക്കോളും. പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമേ വരുള്ളൂ. പിന്നെ എല്ലാ ദിവസവും രാവിലെ ആ സമയത്ത് കൃത്യം 5 മണിക്ക് കുയിൽ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അതും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചെല്ലുന്ന പ്രാർത്ഥന എന്നോടൊപ്പം കൂടും. പിന്നെ അത് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ അത് പോയിട്ട് വരുമ്പോൾ എനിക്കിഷ്ടം പോലെ അവിടെ ചൂടില്ലാത്തത് കൊണ്ട് ഇരുന്ന് ധ്യാനിക്കാൻ നല്ലൊരു, നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പം നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ നേരെ ഒരു ഉയരത്തിലാണ്. പിന്നെ നമ്മൾ കാലും കയ്യെ പറ്റിയുള്ള നമ്മളുടെ ആ ഒരു ഇതെല്ലാം പോയി. അപ്പോൾ എങ്ങും വേദന അങ്ങനെ ഫീലിംഗ് ഒന്നുമില്ല. നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ ജീവാത്മാവും പരമാത്മാവും കൂടെ യോജി പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ച് ഈശോയുടെ ആ കുരിശേ കിടക്കുന്ന തിരുമുഖം കണ്ടുകൊണ്ട് നമ്മൾ അത് തന്നെ കണ്ണടച്ച് മിഴി നേരെ പിടിക്കും. അങ്ങനെയുള്ള കണ്ണിപ്പോൾ തുറക്കാത്ത അവസ്ഥയായി. വർഷങ്ങളോളം അങ്ങനെ എടുത്തില്ല, കണ്ണ് മുഴുവൻ തുറക്കുകയല്ല എൻ്റെ കണ്ണ്. എന്നിട്ട് അങ്ങനെ ഞാൻ ഇരുന്ന് ധ്യാനിക്കും. പക്ഷേ വേറൊരു സംഗതി, അവിടെ ഇഷ്ടംപോലെ തോട്ടപ്പുഴുണ്ട്. അറിയാമല്ലോ തോട്ടപ്പുഴു? ചോര കുടിക്കുന്നു. എന്നെ മാത്രം കടിക്കുകയല്ല. എന്നിട്ട് മണിപ്പാറയച്ചന് ഇവരെല്ലാം കളിയാക്കും, എന്നെ കടിച്ചാൽ ചത്തു പോകത്തുകൊണ്ടാണ് കടിക്കാത്തതെന്ന്. പിന്നെ ആന പിടിക്കാത്തത് അന്ന് ഞാൻ ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു എല്ലാം തോലുമല്ലേ ഉള്ളൂ. അത് കാരണത്താൽ ആനയ്ക്ക് പിടിക്കാനും വേണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ആന പിടിക്കാത്തത്. പിന്നെ അവിടെ ചെന്നായ്ക്കളൊന്നും ഇതിനകത്ത് ഇറച്ചിയില്ലായിരുന്നത്. ഇതൊക്കെ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മളതിലൊന്നും വലിയ ഇത് കൊടുത്തിട്ടില്ല. അങ്ങനെ പക്ഷേ വലിയ പെരുമ്പാമ്പുണ്ട്, വലിയ 70 കുരുളെന്നാണ് താഴോട്ട് പോകും. ഇതെങ്ങാനും പാമ്പ് വന്നാൽ നമ്മൾ പറഞ്ഞാൽ അതങ്ങ് പൊക്കോളും. അപ്പോൾ ആ ഒരു കാട്ടുമൃഗങ്ങളും പക്ഷികളോടും ഒക്കെ നമുക്കൊരു പ്രത്യേക അത് ശരിക്കും പറഞ്ഞാൽ ഈ മൃഗങ്ങളോടും, അതായത് കാട്ടിലെ മൃഗങ്ങളോടും ഈ പ്രകൃതിയോടും ഒക്കെ നമുക്കൊരു കണക്ഷനുണ്ട്. അത് ആ കണക്ഷൻ വലിയൊരു കണക്ഷനാണ്. അത് കാരണം അത് പിന്നെ ദൈവം അനുവദിച്ചിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ അങ്ങനെ വെറുതെ വിടുമല്ലോ. പിന്നെ മലാനുണ്ട്, കേഴയുണ്ട്, ചെന്നായുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു വേദിയിലാണ് നമ്മൾ. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളെ ഒന്നും ഉപദ്രവിക്കില്ല. പാമ്പുണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോഴത്തേക്കിനും വലിയ പന്നിയെലിയില്ലേ, പന്നിയെലി ഇവിടെ വന്ന് കയറിയിരിക്കും. അത് നമ്മളറിയില്ല. ഞാൻ നല്ലപോലെ ഉറങ്ങും, അവിടെ കിടന്നുറങ്ങും. പക്ഷെ ഒരു ജലദോഷം പോലും അവിടെ 13 വർഷം ഞാൻ താമസിച്ചത് എനിക്കൊന്നും വന്നില്ല, ഒരസുഖം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ദൈവം ഒത്തിരി സംരക്ഷിച്ചു. നമ്മൾ ദൈവപരിപാലന എന്ന് പറഞ്ഞാൽ അതാണ്. ആ ദൈവപരിപാലനയുടെ മറ്റൊരു പതിപ്പാണിത്. ഇതൊന്നുമില്ലാതെ തുടങ്ങിയതാണ്, ഒരു പൈസ ഇല്ലാതെ. ആദ്യം അന്നേരം നമ്മൾ ഇതാകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ കൊച്ചുപോത്ത് ശിശുഭവൻ ഇപ്പോൾ പിന്നെ അടയ്ക്കാത്തോട് വാടയിൽ പിന്നെ സോണിയ പിന്നെ ജെയിംസ് എന്ന് പറഞ്ഞ അവരുടെ കാരണം ഒരു 50 സെൻറ്റ് സ്ഥലം നമുക്ക് തന്നു. 50 സെൻറ്റ് മിച്ചമുണ്ട്. ആ സ്ഥലം തന്നു. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ശിശുഭവൻ. അവിടെ ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടുത്തെ വാടകയ്ക്ക് താമസിച്ച വീട് വരാന്ത പൊളിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് പൊടി അലർജി ആകുമെന്ന് പേടിച്ച് നമ്മളിവിടെ അന്വേഷിച്ചപ്പം നടുത്തൊട്ടി അപ്പച്ചൻ എന്ന് പറഞ്ഞ അയാൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുക. അന്നേരം അവിടെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ പൊടിയൊന്നുമില്ലല്ലോ. അങ്ങനെ അതിലേക്ക് ഞങ്ങൾ വന്നാണ് 2008. 2007 ഇത് തുടങ്ങിയത്, ഫെബ്രുവരിയിൽ ശിശുഭവൻ രജിസ്റ്റർ ചെയ്ത്. അന്നേരം അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അന്ന് 13 പിള്ളേർ, പിന്നെയും പിള്ളേർ കൂടുതൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് അവിടെ ആ വീടും പിന്നെ താഴെ വലിയ നിരന്ന പാറയുണ്ട്. കുഞ്ഞുങ്ങൾ താഴോട്ട് വീണാൽ അന്നേരം കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, 1.5 വയസ്സും 2 വയസ്സൊക്കെ വീണാൽ ഭയങ്കര അപകടമേ വരുള്ളൂ. അത് അന്നേരം സ്ഥലം പോരാതെ വന്നപ്പം കൊച്ചു പോത്തുമൂട്ടിക്കാർ പൊളിക്കാനിട്ടിരുന്ന വീട് വാടകയില്ല, അതെങ്കിലും വാടക ചീട്ടെഴുതിക്കൊണ്ട് നമ്മളവിടെ താമസിച്ച ഒരു വാടകയൊന്നും മേടിച്ചില്ല. പക്ഷെ അവിടെ ഓടിട്ട വീടായതുകൊണ്ട് ചോരുമായിരുന്നു. അപ്പോൾ ചോരുന്ന വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരു വാർകാർ 2 ലക്ഷം രൂപയും ഒരു വാർകാർ 5 ലക്ഷം രൂപയും ഇവിടെ കൊണ്ടുവന്നു.
കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സോറി, ഇത്തിരി സ്നേഹത്തോടെ തിരസ്കരിക്കാൻ, ഇതുകൊണ്ട് ഇത് പണിയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട് ബാറുകാരോട്. അങ്ങനെ ആ പൈസ നമ്മൾ ഒഴിവാക്കി. മദ്യമൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ പൈസ ഒന്നും വാങ്ങില്ല, കാരണം അതാണ് ഈ കുടുംബമെല്ലാം നശിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെപ്പോഴത്തേക്ക് നമ്മുടെ കമ്മിറ്റിക്കാർക്കൊക്കെ ദേഷ്യം വന്നു. കമ്മിറ്റിക്കാരോട് ചോദിച്ചറിയാം, സിസ്റ്ററിൻ്റെ 10 പൈസ ഇല്ല താനും, എന്നിട്ട് സിസ്റ്റർ കറകളഞ്ഞ പൈസ ഇവിടുന്ന് കൊണ്ടുവരുന്ന അറിയുന്നത്. കാരണം എല്ലാവർക്കും വിഷമമാണ്. ഈ കുട്ടികൾ കട്ടിലേയും താഴോട്ട് വീണാൽ വെള്ളത്തിലാണ് ചോരുന്നവരാ. അപ്പോഴത്തേക്കിനും ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ മഴ വന്നു. മഴക്കാലമായപ്പം ഇവിടെ ഒരു 3 കൂന മണ്ണ് കൊട്ടേ കോരിയിട്ടാണ് ഈ പുഴയുടെ അരിയിൽ പിന്നെ വന്നു. അപ്പോൾ ആൻഡ്രൂസ് അച്ഛനോട് ഞാൻ വന്ന അച്ഛാ ഇങ്ങനെ മണ്ണ് വന്നിട്ടുണ്ട്, അത് തരിയടിച്ച് കയറിയതല്ല, പിന്നെ അത് കോരിയിട്ട് കണക്ക്, അത് കോരിയിട്ടിരിക്കട്ടെ എന്ന് ചോദിച്ചു. അത് കോരിയിട്ട് കഴിഞ്ഞുടനെ ചിരട്ടവേലി കുഞ്ഞുമോൻ ആദ്യം ചെട്ടിയാമ്പറമ്പ് കുറന്ന് കല്ല് കൊണ്ടുവന്നു, പിന്നെ കണിയാമ്പറമ്പിൽ, അങ്ങനെ ചെട്ടിയാമ്പറമ്പ് കുറക്കാരുടെ കല്ല് വരാൻ തുടങ്ങിയപ്പം ആദിവാസികൾ മുതൽ 1 കിലോ 2 കിലോ സിമെൻ്റൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ട് തന്നു. പക്ഷേ നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടില്ല, കമ്മിറ്റിക്കാരും കൈയിട്ട് വാരിയിട്ടില്ല. അങ്ങനെ ദൈവപരിപാലനം കൊണ്ട് മാത്രം ഉണ്ടായതാണ് ഈ സ്ഥാപനം. സിസ്റ്റർ, പിന്നെ ഈ 13 വർഷം അവിടെ താമസിച്ചപ്പോൾ സിസ്റ്ററിൻ്റെ കയ്യിലൊരു വാച്ചോ ക്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല? ടോർച്ചും ഒന്നുമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. 13 വർഷവും ഞാൻ വെട്ടവും വെളിച്ചവും ഇല്ലാതെ അവിടെ ജീവിച്ചത്. അപ്പോൾ ആദ്യത്തെ വർഷം ഒരു വെള്ളം പോലും കുടിക്കൂല? വെള്ളം കുടിക്കും. വെള്ളം ഓലി വെള്ളമുണ്ട്, കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം. അതുകൊണ്ട് തന്നെ ഈ വിശപ്പൊക്കെ പോവായിരുന്നു. അതുകൊണ്ട് തന്നെ വിശപ്പ്, കാരണം അതെന്തോ ഇതുണ്ടെന്നാണ് നമുക്ക് ഈ കാട്ടിൽ നിന്നൊക്കെ വരുന്നോണ്ടല്ലേ എനർജി ഉണ്ടായിരിക്കും. അതെ അതെ അതെ. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ആനയുടെ കഥ പറഞ്ഞതാണ്. ഈ 13 വർഷം ഈ ആന ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഒരേ ആന തന്നെയാ? ഒരേ ആന തന്നെയാ, കൊമ്പനാന. അത് പരീക്ഷിക്കാൻ വേണ്ടി കുറേ പേര് ഞാനവിടെ ഇല്ലാഞ്ഞപ്പോൾ പോയി ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തട്ടുണ്ട്. അവർ ചാരായൊക്കെ ഇട്ട് കയറിയപ്പോൾ ടംളവുകാർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒന്നും കൊണ്ട് കയറില്ല, അവിടെ മീനും ഇറച്ചിയും ചാരായൊന്നും കയറ്റില്ല. അവിടെ 2 മണി വരെ ഇരുന്നു. 2 മണിയായപ്പോൾ ഉപ്പ് വെട്ടിച്ച് കൊമ്പം വന്നു. എന്നിട്ട് ഉരുണ്ട് താഴെ വന്നവർക്ക് മുണ്ടുപോയി, പാൻറ്റിട്ടോട് കിട്ടി. എന്നിട്ട് പേടിച്ചോടി. ഉരുണ്ട് താഴെ വരികയുള്ളൂ, നടന്നിറങ്ങാൻ പറ്റിയല്ല പേടിച്ചിട്ട്. അപ്പം അങ്ങനെ അവരെയും ദൈവം ഞാൻ ആർക്കും അപകടമില്ലാതെ താഴെ വന്ന് ഡ്രസ്സൊക്കെ മേടിച്ച് പോകേണ്ടി വന്നു. അപ്പൊ ഈ ആന പറമ്പിലൊക്കെ പോയി, ഓരോരുത്തരുടെ പറമ്പിലൊക്കെ പോയി അത് ആന എവിടുന്നാണോ കൊണ്ടുവരും വഴക്കൊന്നു വെറും കൈയോടെ ഒരു ദിവസം പോലും വന്നു. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം എവിടുന്നായാലും കൊണ്ടുവരും കായ തന്നെ കൊണ്ടുവരുന്നത്. വാഴ കൊലയായിട്ട് തൂക്കി കൊണ്ടുവരുമ്പോൾ കല്ലിലൊക്കെ തട്ടിയിട്ട് ഒരെണ്ണത്തെ 2 കായൊക്കെ കാണും. അതാ വാതൊക്കെ വെക്കും. വെച്ചൊന്നും ഒരു ചെറിയൊരു ഒച്ച ഞാൻ വന്നെന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഉണ്ട്. ഒരു മുകളിലൊക്കെ മുകളിച്ച് അവിടെ നിൽക്കും. ശരിക്കും അതുകൊണ്ട് എനിക്ക് ആനയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ ഗുരുവായൂർ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും വിട്ടുമൊക്കെ ആണെങ്കിലും ആനക്കോട്ട കാണാൻ നിൽക്കാനൊക്കെ പിള്ളേരെ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ടായിരിക്കും അതൊരു വലിയ ആനയോട് എനിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആനയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മൃഗങ്ങളെ കാട്ടും എന്തോ ഒരു പ്രത്യേകത മനുഷ്യരായിട്ടുണ്ട്. ആനയ്ക്കുണ്ട്. നമ്മൾ അതിനെ ഈ മൃഗങ്ങളെ ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെ ഒറ്റ പാമ്പില്ല. പാമ്പ് വന്നാൽ തന്നെ പോകാൻ പറഞ്ഞാൽ അത് പോകും. കാരണം നമ്മൾ ഉപദ്രവിച്ചിട്ടാണ് അത് ഉപദ്രവിച്ചിട്ടാണ്. ഒരുപക്ഷെ കാലങ്ങളായിട്ട് ഈ ആനകൾ നേരിടുന്നല്ലേ ആളുകളുടെ പണ്ടൊക്കെ ആളുകൾക്ക് തോക്കൊക്കെ ഉണ്ടായിരുന്നു. അതല്ല, വേറെ 2 കാര്യമുണ്ട്. ഈ കാട്ടിലെല്ലാം ഇവർ വെട്ടിക്കളഞ്ഞു, അവർക്ക് തിന്നാൻ തീറ്റയില്ല. അപ്പൊ അതുകൊണ്ട് അവർ വരും, അവരെല്ലാം നാട്ടിലേക്ക് ഇറങ്ങും. അതെ, ശരിക്കും ആന മനുഷ്യന്റെ ശത്രുവല്ല. മനുഷ്യൻ ആനയെ ശത്രുവാക്കുന്ന തോട്ടപ്പുഴു എൻ്റെ കൂടെ വരുന്നവരെല്ലാവരും പൊതിഞ്ഞ് കടിക്കും. എന്നെ കടിക്കില്ലാത്ത ഇവർ പറയുന്നൊരു ന്യായം, എന്നെ കടിച്ചാൽ ചത്തു, അതുകൊണ്ട് അത് ചോര നീരുമില്ലാത്തതുകൊണ്ട് അതൊക്കെ പറയും. അതല്ല എല്ലാണേലും ഇപ്പം അത് അങ്ങനല്ല. ദൈവപരിപാലനം നമ്മൾ ശരിക്ക് എന്നാ പറയുന്നത്, അതായത് പ്രപഞ്ചത്തിൽ ഇപ്പൊ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണേലും ഈ പ്രകൃതിയിൽ ഒരു ശക്തിയുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ ശക്തിയുണ്ട്. ഒരു വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുക്കളായിട്ട് ഇവിടെ വരുന്നവർ ഒത്തിരി പേരുണ്ട്. ഇപ്പം ശബരിമലയ്ക്ക് പോകുന്നവർ ഇവിടെ വരുന്നുണ്ട്. അവരിവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് പോയിട്ടാണ് അവർ പോകുന്നത്. പോയാൽ അവർക്ക് ദർശനം എളുപ്പമാണ്. അവർ ചെമ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ കൊട്ടിയൂർ അമ്പലക്കാർ ഇവിടെ സഹായിക്കുന്നുണ്ട്. പിന്നെ കണത്തണ അമ്പലം സഹായിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ അവരുടെ ആര് മരിച്ചാലും വീട് കയറിക്കൂടൽ
പിറന്നാൾ അതിനൊക്കെ ഇവിടെ പിന്നെ അവർ വന്ന് ഭക്ഷണമായിട്ടും ഭക്ഷണം നിന്നുണ്ടാക്കി തരുന്നുണ്ട്. അല്ലെങ്കിൽ മേടിക്കാൻ 2 ഹോട്ടലേ അനുവദിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പം പിന്നെ എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ട് ഹോട്ടലിലെ വാങ്ങരുതെന്നൊരു ഓർഡറുണ്ട്. നാനാജാതി മതസ്ഥരുടെ അധ്വാനപരവും അവരുടെ പ്രാർത്ഥനാ സ്ഥലവും കൂടെ ആയത്. സിസ്റ്റർ പറഞ്ഞല്ലോ ഈ പറയുന്ന കാട്ടുമൃഗങ്ങളൊക്കെ സിസ്റ്ററിന്റെ അടുത്ത് വരുമായിരുന്നു. അപ്പൊ ഇവരെന്തെങ്കിലുമൊക്കെ സിസ്റ്ററോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ തോന്നുമായിരുന്നു. അത് ശരിക്കും അവരുടെ ഓരോ നോട്ടം കാണുമ്പോൾ അറിയാം. മലാനാണേലും മലാൻ വലിയ കൊമ്പല്ലേ, പക്ഷെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒപ്പം ആദ്യം ഒരു ഉൾഭയം ഉണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ കുഞ്ഞുങ്ങളുടെ അടുത്ത് തുള്ളി കളിച്ച് കാണിക്കും. അപ്പം ഞാനോട് അതാ അതാണ് ഏറ്റവും മനോഹരം. കാരണം അവർ നിഷ്കളങ്കമായിട്ടാണേ, കളവൊന്നുമില്ലല്ലോ, അവരുള്ളതുപോലെ. അവരെന്തായിരിക്കും അങ്ങനെ വല്ലതും സിസ്റ്റർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല? അവര് ദൈവം സൃഷ്ടിച്ച അത് ഒരു സൃഷ്ടിയും മനുഷ്യനെതിരായിട്ടല്ല. എല്ലാവരും മനുഷ്യനാണ് അതിനെ എതിരാക്കുന്നത്, അല്ലേ? സത്യവത. അവർ ചെയ്യുന്ന കർമ്മം കൊണ്ടാണ് അവർ എല്ലാവരും എതിരാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ നമുക്ക് ഇതൊന്നും, ഈ ഒരു കോൺക്രീറ്റ് കെട്ടിടോ ഇതൊന്നും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാം. അപ്പോൾ നമ്മൾ ആ കൊട്ടായിൽ എന്നിട്ട് അവസാനം അത് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയപ്പോൾ ഞാനിവിടെ പിന്നെ ഇവരില്ലേ SHകാരുടെ ഹോസ്റ്റലിലെ ഇവിടെ സ്കൂള് അടുത്ത് അവിടെ കുറച്ച് നാൾ താമസിച്ചപ്പോൾ നമ്മുടെ മടത്തനാമറ്റൻ ജോർജ് ഒരു ബ്ലാങ്ക് ചെക്ക് കൊണ്ടുവന്ന് എൻ്റെ തന്നു പറഞ്ഞു, സിസ്റ്ററിന് എത്ര കോടി വേണമെങ്കിലും എഴുതിയെടുത്തോളാൻ പറഞ്ഞു. എത്ര വേണം ഇവിടെ കെട്ടിടം പണിയാനായിട്ട്, എത്ര വേണം? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു 2 ഹട്ട്, ഒന്ന് കുറച്ച് താഴെ ആരെങ്കിലും വന്നായിരിക്കുക, ഒന്ന് മുകളിലും 2 ഹട്ട് മാത്രം പണിതു. കാര്യം. അപ്പോൾ ജോർജ് കൊണ്ടുപോയി ഒരു ബ്ലാങ്ക് ചെക്കാന്ന്, എത്ര വേണമെങ്കിലും എനിക്ക് എഴുതിയെടുക്കാം. ജോർജിന് അന്ന് ഇഷ്ടംപോലെ പൈസയുണ്ട്. പണം നമുക്ക് വേണ്ടിയാണ്, നമ്മൾ പണത്തിന് വേണ്ടിയല്ല എന്നൊരു ബോധ്യം നമുക്ക് നമ്മുടെ പേരൻസ് തന്നിരിക്കുന്ന, പേരൻസിൽ നിന്ന് കിട്ടി വന്നത്. ആനയും മ്ലാവും ഇതുമല്ലാതെ ഈ കടുവ, പുലി പോലെയുള്ള ജീവികളെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കാരണം എല്ലാം ഉണ്ട്. ആനയെ കാട്ടി എടൂര് മൈത്രി ഭവനിലൊരു ആദിവാസി സ്ത്രീയെ കുറേ വനത്തിനകത്തേക്ക് ആരോ കൊണ്ട് ഇട്ടേച്ചു പോയി. എന്നിട്ട് ഞാൻ അവരോട് നടന്നു ഒരു 3-4 കിലോമീറ്റർ നടന്ന ആ വനത്തിൽ കൂടെ അവരുടെ കൂടെ അത് കാണാൻ വേണ്ടി. എന്നിട്ട് അവരെ ഇപ്പം പെരുമന്നെയായിരുന്നു അവരെ എടൂരേക്ക് കൊണ്ടുപോയി. കാരണം നമ്മൾ വനവും നമുക്ക് സ്വന്തം പോലായിപ്പോയി. ഒന്നും നമ്മളെ ഭയപ്പെടുത്തുന്നതല്ല എന്നൊരു തോന്നലല്ല. സിസ്റ്റർ ഈ 13 വർഷം ഈ തപസ് കണ്ണടച്ചായിരിക്കുമല്ലോ? കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കും. നേരെ നട്ടിൽ ചമ്രം പടഞ്ഞ് പത്മാസനത്തിൽ ഇരിക്കും. ചമ്രം പടഞ്ഞ് നട്ടിൽ നിവർത്ത് കണ്ണ് അടച്ചിട്ട് മിഴി നേരെ വെക്കും, ഉറങ്ങുകയല്ല. മിഴി നേരെ വെച്ചിരുന്നാണ് ഞാൻ ധ്യാനിക്കുന്നത്. അപ്പോഴാണ് ഈശോയുടെ കുരിശേ കിടക്കുന്ന ഈശോയെ കാണുന്നത്. പിന്നെ ഈ സമയം പോകുന്ന അറിയില്ല. 7-8 മണിക്കൂറൊന്നും പോകുന്നത് അറിയില്ല. കാരണം അവിടെ വേറെ ആരും അങ്ങനെ കയറി വരികയില്ല. ഇപ്പൊ രാത്രിയൊക്കെയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കാം, ഒരു മനുഷ്യന്റെ ശല്യമില്ലല്ലോ. പകലൊക്കെ പിന്നെ ഒത്തിരി പേര് വല്ല കാര്യമൊക്കെ എന്തെങ്കിലും പറയാൻ ആൾക്കാർ കൂട്ടമായിട്ടേ വരുള്ളൂ. ഒറ്റയ്ക്ക് ഒരിക്കലും കാടായതുകൊണ്ടും പേടിയായതുകൊണ്ടും ഒറ്റയ്ക്ക് വരില്ല. എനിക്ക് വട്ടാന്നാ പറഞ്ഞത്. ഇത് തലയ്ക്ക് കാര്യമായ കുഴപ്പമുണ്ടെന്നാ. പക്ഷെ അതൊന്നും അല്ല. നമുക്ക് ദൈവം നമ്മളെ, കാരണം ദൈവം ആരാന്ന് നമുക്ക് തിരിച്ചറിയാം. പിന്നെ ഇപ്പൊ 80 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഞാൻ 3 മണിക്ക് എഴുന്നേക്കും പ്രാർത്ഥിക്കാൻ. 11 മണിക്കാണ് കിടക്കുന്നത്. പക്ഷെ ഇത്രയൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു മിനിറ്റ് ഞാൻ കളയല്ല. ഞങ്ങൾ ആ ചെടി വെക്കലും വിറക് വെറുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. ഒരു കാര്യം നമ്മൾ വൃദ്ധരെ നോക്കിയപ്പോൾ ഒരു കാര്യം പഠിച്ചാൽ, ഈ വയസ്സിൽ എന്നൊരു തൂറുകാരിയൊക്കെ തേക്കുകയല്ലേ, അവർ ചെയ്യേണ്ട കാലത്ത് ചെയ്യേണ്ടത് ചെയ്യാതെ പോയതാണ് ഈ പണിയുന്നത്, അല്ലേ? ചെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാലത്ത് നമുക്ക് ചെയ്യണം. ആർക്കെങ്കിലും നന്മ ചെയ്യാൻ ഒരാൾക്കെങ്കിലും. കുറച്ച് പേരുണ്ടാകും. ഞങ്ങൾ പോയപ്പോഴത്തേക്കിന് വഴി ചോദിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞത് KL-13 വഴി മാറി എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ. കണ്ണൂർ നേരുന്ന പേടിയാണ്. എൻ്റെ വീട്ടുകാർ പറയും കണ്ണൂരല്ലാതെ വേറെ ഒന്നും ഇവള് കണ്ടിട്ടില്ലെന്ന്. നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. ഒത്തിരി നല്ല മനുഷ്യർ. ഇപ്പം ഇവിടുത്തെ അന്നം മുട്ടാതിരിക്കുന്ന ഓരോ മനുഷ്യർ. ഇന്നിപ്പോൾ എല്ലാം പച്ചക്കറി തീർന്നെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് നാളത്തേക്ക് പച്ചക്കറിയോ അരിയോ എന്ത് തീർന്നാലും
എത്തിക്കും. എല്ലാ നാട്ടിലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ 5 വിരലിന് 5 ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല മാതാപിതാക്കൾക്ക് മോശം മക്കളും മോശം മാതാപിതാക്കൾക്ക് നല്ല മക്കളും ഉണ്ട്, ഇല്ലേ? അതെ അതെ. സിസ്റ്ററിന്റെ ഇത്രയും വർഷത്തെ ആ ഒരു വനവാസത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് വെച്ച് ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകളോട് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറയാമോ? ഇപ്പോഴത്തെ തലമുറകളിലുള്ള ആൾ ആദ്യം പറയേണ്ടത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹം പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല, ഒന്ന്. രണ്ടാമത് കുഞ്ഞുങ്ങൾക്ക് ഏത് മതസ്ഥനാണേലും ആദ്യം ദൈവത്തെ കൊടുത്താൽ അവൻ വഴിതെറ്റില്ല. അല്ലാതെ പണം കൊണ്ട് മൂടി, പണം കൊണ്ട് അവരെ അലങ്കരിച്ച്, പണം കൊണ്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം സാധിച്ച് മുന്നേ പോയാൽ അവർ അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കും. ആദ്യം ദൈവത്തെ ഉപേക്ഷിക്കും, പിന്നെ അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കും. കാടും പ്രകൃതിയൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്, വലിയൊരു ലോകമല്ലേ അത്? നല്ലൊരു ലോകം. അവിടെ നിന്ന് വെച്ചാൽ ആ വായുവിനും ആ മരങ്ങൾക്കും എല്ലാം നമ്മളോട് ഒത്തിരി പറയാനുണ്ട്. നമ്മളെ ഒത്തിരി സ്നേഹിക്കും. നിസാരം ഒരു തൊട്ടാവാടി ചെടി നമ്മൾ ഒരു 10-41 ദിവസം അതിന് വെള്ളം ഒഴിച്ച് നിന്നെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തഴുകിയൊക്കെ കൂടെ സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ. ഇങ്ങനെ തഴുകിയൊക്കെ രാവിലെ വൈകിട്ടും പോയി നിർത്തിയാൽ ഈ 41 ദിവസം കഴിഞ്ഞ് നമ്മൾ തൊട്ടാൽ അത് പാടില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം കൊടുത്തിരിക്കുന്ന, നമ്മൾ ശത്രു അല്ലെന്നത് മനസ്സിലായി. എല്ലാ ജീവികളും അവരുടെ ശത്രുക്കളെ തിരിച്ചറിയും, മനസ്സിലാകുന്നു. പിന്നെ നമ്മൾ നോക്ക് പള്ളിയുടെ മുറ്റത്തേക്കുന്ന മാവ് നിറച്ച്, സ്കൂളിൻ്റെ മുറ്റത്തേക്കുന്ന മാവ് നിറച്ച് മാങ്ങയുണ്ട്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ സാന്നിധ്യം എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ്. ദൈവം ആ രീതിയിലാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം മനുഷ്യൻ നശിപ്പിക്കുമ്പോഴാണ് പ്രകൃതി പോലും തലതിരിഞ്ഞില്ലേ? ഇതാണ് സിസ്റ്റർ വിമലയുടെ ആ ഒരു സാഹസികത നിറഞ്ഞ ആ ഒരു ജീവിതത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ. സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. അത്യാവശ്യം ഇച്ചിരി ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എങ്കിലും നിങ്ങളെല്ലാവരും കണ്ടു, മനസ്സിലാക്കി, അതൊക്കെ ആസ്വദിച്ചു, അല്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ജിജ്ഞാസയോടുകൂടി കേട്ടിരുന്ന് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടിരുന്നത്. പ്രത്യേകിച്ച് ആനയൊക്കെ വന്ന് ആനയുടെ കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ആന പറമ്പിലൊക്കെ പോയി വാഴക്കൊലയൊക്കെ ഓരോരുത്തരുടെ നാട്ടിലൊക്കെ ഇറങ്ങി വാഴയൊക്കെ നശിപ്പിച്ച് ആ വാഴക്കൊല ഈ സിസ്റ്റർ താമസിച്ചിരുന്ന ആ ഒരു ടെൻറ്റിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കും. സിസ്റ്റർക്ക് രാത്രി കാവലായിട്ട് നിൽക്കും. കുയില് രാവിലെ സിസ്റ്ററിനെ വിളിച്ചു ഉണർത്തും. ഒരുപക്ഷെ നമുക്കിതൊക്കെ ഒരു അതിശയോക്തിയായിട്ട് തോന്നാം, അല്ലെങ്കിൽ അതൊക്കെ ഒരു കെട്ടുകഥ ഒക്കെ ആണെന്ന് തോന്നാം. പക്ഷേ ഒന്നുമല്ല. ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഒത്തിരി ആളുകൾക്കുണ്ട്. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയിൽ നിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. വളരെ വ്യത്യസ്തമായ ഒരു സിസ്റ്റർ തന്നെയായിരുന്നു. ഇത്തരം വ്യത്യസ്തമായ ആളുകളെയാണ് നമ്മുടെ ചാനലിൽ കൂടെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.